നോമ്പുകാല ധ്യാനത്തിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് അല്പസമയ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കൽ തിരുവിൻ. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയും ഉള്ളവനല്ലോ. അവൻ അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കും. നാം എല്ലാവരും നോമ്പിന്റെ അനുഭവത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമുക്ക് വേണ്ടപ്പെട്ട പലതിനെയും നാം മാറ്റിവെച്ചുകൊണ്ട് നാം ദൈവത്തിന് വേണ്ടി ഒരുപക്ഷെ നമ്മെ തന്നെ സമർപ്പിക്കുന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, ഈ 40 ദിവസങ്ങളിലൂടെ നാം കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ദൈവത്തിലേക്കുള്ള തിരിച്ചുവരവിനെ കുറിച്ച്. ഇവിടെ യോവേൽ പ്രവാചകൻ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നിങ്ങളുടെ വസ്ത്രങ്ങളെ അല്ല കീറേണ്ടത്, നിങ്ങൾ കീറേണ്ടത് നിങ്ങളുടെ ഹൃദയങ്ങളെ. അത് തന്നെയാണ് യേശു കർത്താവ് തന്റെ ഉപദേശത്തിൽ പറഞ്ഞത്. മനുഷ്യർക്ക് വിളങ്ങുന്നതിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളല്ല, എന്നാൽ സ്വർഗസ്ഥനായ പിതാവിന് വിളങ്ങുന്നതിന് വേണ്ടി നിങ്ങളുടെ പ്രവർത്തനങ്ങളെ ഒന്ന് രൂപാന്തരപ്പെടുത്തുവിൻ. യോവേൽ പ്രവാചകൻ ക്രിസ്തുവിന് 400 വർഷം മുൻപ് ഈ വാക്കുകളെ ഉപയോഗിക്കുന്നത് ഇത് അന്നത്തെ കാലത്തെ ജനത്തിന് വേണ്ടി മാത്രമല്ല സംസാരിച്ചത്. ഇത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തില് നമ്മോടും സംസാരിക്കുന്നത് ഇതേ വാക്ക് തന്നെയാണ്. ദൈവത്തിലേക്ക് തിരിച്ചു വരുവിൻ, അല്ലെങ്കിൽ ഒന്ന് തിരിയുവിൻ. നമ്മളെല്ലാവരും ബാഹ്യമായ പ്രകടനത്തിലൂടെ ദൈവത്തെ സ്തുതിക്കുന്നവരാണ്, ദൈവത്തെ ആരാധിക്കുന്നവരാണ്. എന്നാൽ അവിടെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ് ഹൃദയത്തെ കീറി ദൈവത്തിന്റെ മുൻപാകെ തിരികെ വരുവിൻ. ഹൃദയങ്ങളെ കീറുവാനായിട്ട് നമുക്ക് കഴിയണം. നമ്മുടെ ഹൃദയങ്ങൾക്കകത്ത് നിന്ന് നാം ചിന്തിക്കുന്ന ചിന്തകൾക്ക് ഒരു രൂപാന്തരം ഉണ്ടാകണം. നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് രൂപാന്തരം ഉണ്ടാകണം. നാം ചെയ്യുന്ന കാര്യാദികൾക്ക് രൂപാന്തരം ഉണ്ടാകണം. നമ്മുടെ ഇടപെടലുകൾക്ക് രൂപാന്തരം ഉണ്ടാകണം. ഇങ്ങനെയെല്ലാം ചെയ്ത് ഒരു രൂപാന്തരത്തിന്റെ അനുഭവം ഉണ്ടായാൽ മാത്രമേ നോമ്പിന്റെ അനുഭവം ഒരു പൂർണ്ണതയിലേക്ക് എത്തുകയുള്ളൂ. അല്ലാതെ നാം ചെയ്യുന്ന ബാഹ്യമായ ആരാധനകളും ബാഹ്യമായ ശുശ്രൂഷകളും എല്ലാം വ്യർത്ഥമാണ്. അതിനുവേണ്ടിയാണ് യോവേൽ പ്രവാചകൻ പറയുന്നത്, നിങ്ങളുടെ വസ്ത്രങ്ങളെ അല്ല കീറേണ്ടത്. വസ്ത്രങ്ങൾ കാണുന്നതെല്ലാം മനുഷ്യരാണ്. നമ്മുടെ കൂടെയുള്ള സുഹൃത്തുക്കൾ നമ്മുടെ വസ്ത്രങ്ങളെ കാണും. നമ്മുടെ വേണ്ടപ്പെട്ടവർ മനുഷ്യർ, നമ്മുടെ മുൻപാകെയുള്ള മനുഷ്യരെല്ലാവരും നമ്മുടെ വസ്ത്രങ്ങളെ കാണും. എന്നാൽ ദൈവം കാണുന്നത് നമ്മുടെ ഹൃദയം. ആ ഹൃദയത്തെയാണ് ദൈവത്തിന്റെ സന്നിധിയിൽ കീറേണ്ടത്. ആ കീറലിന്റെ അനുഭവത്തോടുകൂടെ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങി വരാനായിട്ട് കഴിയണം. നമ്മുടെ പാപഭാരത്തെ മാറ്റി നിർത്തിയിട്ട് ദൈവത്തിന്റെ അടുക്കലേക്ക് വരാൻ കഴിയണം. നമ്മുടെ പല സ്വഭാവങ്ങളും മാറ്റി നിർത്തിയിട്ട് ദൈവത്തിന്റെ അടുക്കലേക്ക് വരാൻ കഴിയണം. നമ്മുടെ പല ചിന്താഗതികളെയും മാറ്റിയിട്ട് ദൈവത്തിന്റെ അടുക്കലേക്ക് തിരികെ വരാനായിട്ട് കഴിയണം. അങ്ങനെ തിരികെ വരാൻ കഴിഞ്ഞാൽ മാത്രമേ ശരിയായ ഒരു നോമ്പിന്റെ അനുഭവത്തെ നമുക്ക് ആസ്വദിക്കാനായിട്ട് കഴിയുള്ളൂ. അത് നമുക്ക് അനുഭവിക്കുന്നത് മാത്രമല്ല, അത് ദൈവത്തിന് സ്വീകാര്യമാകുകയുള്ളൂ. യോവേൽ പ്രവാചകൻ പറഞ്ഞ വാക്ക് ഒന്നുകൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. വസ്ത്രങ്ങളെ അല്ല, ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരിച്ചു വരും. ഈ നോമ്പുകാലത്ത് ശരിയായ ഒരു തിരിച്ചുവരവിന്റെ അനുഭവത്തെ ദൈവം നമ്മിലൂടെ ഓരോരുത്തരിലൂടെയും സാധ്യമാക്കുമാറാകട്ടെ. ആമേൻ.